ഹലോ അസ്സലാമു അലൈക്കും. കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ കേട്ടോ. കുറേ ദിവസങ്ങൾ, ഒരു മാസത്തോളമായിട്ടുള്ളതല്ലേ വീഡിയോസ് ഇല്ലായിരുന്നു. അപ്പം ഇത് പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. രാവിലെ തന്നെ മാവൊക്കെ ഞാൻ ഇന്നലെ വൈകിട്ട് അരച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ. അതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി തേങ്ങയൊക്കെ വറക്കാൻ ഇട്ടേക്കുന്നു കേട്ടോ. അതിന് തേങ്ങയിൽ ഇത് ചേർത്ത് ആവശ്യത്തിന് ഇച്ചിരി വെള്ളമോടെ ചേർക്കണം കേട്ടോ. വെള്ളം ചേർത്ത് ഇത് നെയ്യപ്പത്തിന് കുഴച്ച് വെച്ചേക്കാണ്. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇടാന്നിട്ടല്ലേ, ചില പ്രശ്നങ്ങൾ കാരണമാണ് വീഡിയോസ് ഇടാൻ പറ്റാതിരുന്നത്. പിന്നെ അല്പം തിരക്കുമായിരുന്നു. അങ്ങനത്തെ ഉണ്ണിയപ്പച്ചട്ടി ചൂടാകുന്നുണ്ട് കേട്ടോ. അതിനോടൊപ്പം തന്നെ നമുക്ക് തേങ്ങ വറുക്കാനും ഇട്ട് കൊടുക്കാം. തേങ്ങയൊക്കെ വറക്കാൻ ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമുക്ക് കുറച്ച് ഉഴുന്ന് അരയ്ക്കാനുണ്ട്. ഉഴുന്നൊക്കെ അരയ്ക്കാൻ വീഡിയോസ് ഇടാത്തതിൻ്റെ കാരണം ഇങ്ങനെ ഓരോരോ തിരക്കുകളായിരുന്നു കേട്ടോ. പിന്നെ ഫോൺ അല്പം ഒന്ന് കേടായിപ്പോയി. അതിൻ്റെയൊക്കെ കാരണം കൊണ്ടാണ്, അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് വീഡിയോസ് ഇടായിരുന്നത് കേട്ടോ. അപ്പം രാവിലെ തന്നെ ഉഴുന്ന് ഞാൻ വെളുപ്പിന് വെള്ളത്തിൽ ഇട്ട് വെച്ചായിരുന്നു കേട്ടോ. അല്പം വെള്ളമൊക്കെ ചേർത്ത് മിക്സി വെച്ചിട്ടൊന്ന് അടിച്ച് ഇടുവാണെങ്കിൽ എളുപ്പം അരിഞ്ഞ് കിട്ടുമേ. മിക്സി വെച്ചിട്ടൊന്ന് അടിച്ചിട്ട് ഗ്രൈൻഡറിലേക്ക് ഇടാമെങ്കിൽ എളുപ്പം അരിഞ്ഞ് കിട്ടും. പരിപ്പ് കൊണ്ട് കേട്ടോ അരയ്ക്കാൻ. എല്ലാ സാധനവും നെയ്യപ്പം ആണെങ്കിലും ഉണ്ണിയപ്പം പരിപ്പ് ശേഷം തേങ്ങ വറക്കാൻ ഇട്ടോട്ടെ. എന്നാൽ രാത്രിയിൽ വറക്കാൻ പറ്റില്ല കേട്ടോ. ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ കയറി കിടന്നു കേട്ടോ. രാവിലെ എന്നാൽ ചട്ടി ചൂടാകുമ്പോഴത്തേക്കും വറുത്തെടുക്കാൻ ഓർത്ത് അങ്ങനെ അതും ഇവിടെ കിടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പരിപ്പ് അരിയാനുള്ള എല്ലാം ഇത് നല്ല പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടാണ് രാവിലെ ഇതെല്ലാം അരിയണമെന്ന്. പരിപ്പ് വെള്ളത്തിൽ ഇട്ടായിരുന്നു കേട്ടോ. നമുക്കതൊന്ന് കോരി വെക്കാം. 1-2 പാത്രം ഇടുന്നത് മാറ്റി വെച്ചാണ്.
പരിപ്പ് വാരി വെക്കാം. വെള്ളം പോകണമല്ലോ അരയ്ക്കണമെങ്കിൽ. ഒരു ജോലി തന്നെ ചെയ്യാൻ പറ്റുമല്ലോ കേട്ടോ, എല്ലാ ജോലിയും കൂടെ ചെയ്യണം, എന്നാലേ ജോലികൾ എളുപ്പം തീരുള്ളൂ കേട്ടോ. ഇപ്പം കോരി വെച്ച് ഇതെല്ലാം ഉഴുന്ന് അരയ്ക്കാൻ ഇട്ടതിന് ശേഷം അടുക്ക് തീ കത്തിച്ച് കഞ്ഞി വെക്കണം കേട്ടോ. മക്കൾക്ക് ചോറ് കൊണ്ടുപോകണം. അപ്പോഴത്തേക്ക് നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി റെഡിയാവും. പിന്നെ ഉണ്ണിയപ്പം ചൂടാനിരുന്നാൽ പിന്നെ അവിടുന്ന് എഴുന്നേക്കാൻ പറ്റുമല്ലോ കേട്ടോ, ഒന്ന് ചുട്ട് കഴിയാതെ. ഇതൊക്കെ ഒന്ന് വായി വെച്ചിട്ട് കാണാവേ. തേങ്ങയൊക്കെ വറുത്ത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. അതുപോലെ തന്നെ ഏലക്കയും ജീരകമെല്ലാം കൂടെ പൊടിച്ചതാണ്, അതുകൂടെയൊക്കെ ചേർത്ത് ഉഴുന്ന് അരയ്ക്കാൻ ഇട്ടതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ മറ്റുള്ള ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ചെറിയ ഗ്രൈൻഡർ ആയതുകൊണ്ട് എനിക്ക് 2-3 പ്രാവശ്യം ഇട്ടാൽ മാത്രമേ എനിക്ക് അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അത് വലിയൊരു പാടാണ്. ഇൻഷാ അല്ലാഹ് വലിയൊരു ഗ്രൈൻഡറൊക്കെ മേടിക്കണമെന്ന് കരുതുന്നുണ്ട് കേട്ടോ. നടക്കുമെന്ന് പഠിച്ചാനെല്ലാം ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. അപ്പോഴും അവർക്ക് രാവിലെ കടിഞ്ചായ കുടിച്ചിട്ടൊക്കെ നല്ല തലവേദന എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നുള്ള കടിഞ്ചായ കുടിച്ചേക്കാന്ന് കൊടുത്തു. കടിഞ്ചായ കുടിക്കുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ചുമ്മാ കടിഞ്ചായ കുടിക്കുന്നത് ഒന്നെങ്കിൽ കടലയോ അല്ലെങ്കിൽ മിച്ചറോ അങ്ങനെയുള്ള എന്തെങ്കിലും വേണം കേട്ടോ. ഇന്ന് നോക്കിയപ്പോഴത്തേക്ക് അതൊന്നുമില്ല. അന്ന് 2 കഷ്ണം ബ്രെഡ് കഴിക്കുക എന്നോർത്തുകൊണ്ട് 2 കഷ്ണം ബ്രെഡും ചായയും കൂടെ കഴിക്കുകയാണ് കേട്ടോ. ഇനിയുള്ള ഭക്ഷണമൊക്കെ കണക്കായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ വൈകിട്ടായിരിക്കും. മക്കളൂടെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്കാനായിരിക്കും കേട്ടോ. ഇനിയിപ്പം മക്കൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മക്കളെ സ്കൂളിൽ പറഞ്ഞാൽ അവർക്ക് കാപ്പി ഉണ്ടാകും. അങ്ങനെ എല്ലാം മൊത്തത്തിൽ തിരക്കാണ്. അപ്പോൾ ഇന്ന് ഇതും കൊണ്ടൊക്കെ നിർത്തും കേട്ടോ. അത് കഴിക്കാനെടുത്ത് വെച്ചപ്പോഴത്തേക്കാണ് ഉഴുന്നരഞ്ഞു. ഇനി അടുത്തതും കൂടി ഇട്ടിട്ട് വേണം ഇത് ഉണ്ണിയപ്പം ചൂടാനിരിക്കാൻ വേണ്ടി കേട്ടോ. അപ്പോഴത്തേക്കും ചായയും ബ്രെഡും അവിടെ തന്നെ വെച്ച് കേട്ടോ. എന്നിട്ട് ഞാൻ ഉഴുന്ന് അരച്ചത് വാരിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യം ഒരു സാധനം മാത്രമല്ലല്ലോ ഉണ്ടാക്കുന്നത്, പല ടൈപ്പ് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ടും കൂടെ ഭയങ്കര പാടാണ് കേട്ടോ. എന്നാലും പടച്ചാൽ അനുഗ്രഹിച്ച് എല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. പറയുന്ന സാധനങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താണെന്നൊക്കെ വെച്ചാൽ ഇതൊക്കെ ഇങ്ങനത്തെ ഓരോ ജോലി ആയതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാതിരുന്നത് കേട്ടോ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും ഒന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ കമൻറ്റൊക്കെയാണ് ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് കേട്ടോ.
അതുമാത്രമല്ല മുന്നോട്ട് പോകാൻ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വേണം കേട്ടോ. ഇതൊക്കെ അരിയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ഉഴുന്നരയ്ക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ചായയും ബ്രെഡും കഴിച്ചതിന് ശേഷം ഉണ്ണിയപ്പം ഇട്ടു കേട്ടോ. അപ്പം എന്താ ആദ്യം ഒരു ട്രിപ്പ് ഇട്ട് അതൊന്ന് കുടഞ്ഞ് ഇടാൻ നിർത്തും. നല്ലോണം തണുക്കണമല്ലോ പായ്ക്കുകയാണെങ്കിൽ. അപ്പോൾ ഇന്ന് കുറച്ചധികം ഉണ്ണിയപ്പത്തിൻ്റെ ഓർഡർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൊടുക്കണം. അപ്പോൾ അതിൻ്റെ പരിപ്പരയ്ക്കാൻ നിന്ന് കേട്ടോ. എന്നാ വെച്ചാൽ 10 മണിയാകുമ്പോഴത്തേക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ രാവിലെ തന്നെ കൊടുക്കണം കേട്ടോ. ബാക്കി ഉച്ച കഴിഞ്ഞ് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് രാവിലെ അപ്പോൾ എല്ലാം മുഴുവനും ചെയ്യാൻ പറ്റില്ല. എല്ലാം പകുതി പകുതിയാകും ചെയ്യുന്ന കേട്ടോ. ഇതെല്ലാം അങ്ങനെ പരിപ്പും കാര്യങ്ങളെല്ലാം അരച്ച് വെച്ചതിന് ശേഷം സബോള അരിഞ്ഞ് എൻ്റെ മോള് വന്നാണ് കേട്ടോ സബോള അരിഞ്ഞ് തന്നത്. അപ്പോഴത്തേക്ക് അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. മോള് രാവിലെ എഴുന്നേറ്റ് പടുതിയൊക്കെ അല്ലേ. അപ്പം കുളിച്ചൊക്കെ വന്നിട്ട് സ്കൂളിൽ പോകാൻ നിൽക്കുന്ന ടൈമിലെ സമയമുള്ളതുകൊണ്ട് എനിക്ക് പിന്നെ എളുപ്പം സബോള കുറച്ച് അരിഞ്ഞ് തന്നു കേട്ടോ. ഇഞ്ചിയൊന്നും അരിയാൻ നേരമില്ല. ഞാനപ്പം മിക്സിയിലേക്ക് ഒന്നിട്ട് ചതച്ച് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പില ഇതൊക്കെ ചേർത്തിട്ട് വേണം നന്നായിട്ട് ഇളക്കുകയൊക്കെ ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് ഉഴുന്നുവടയ്ക്കും പരിപ്പ് വടക്കൊക്കെ എടുക്കാനുള്ള സാധനമാണ് കേട്ടോ. ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി ഒരല്പം ഉപ്പും കൂടെ ഇട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചാൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണേലും വന്ന് സബോള കൊച്ചരിഞ്ഞ് തന്നുകൊണ്ട് അത്രയും ഒരു കാര്യം എളുപ്പമായി കിട്ടി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷം ഞാൻ പച്ചമുളകും ഇതൊക്കെ അരിയാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇതെല്ലാം അരിയൽ ചിലപ്പോൾ ഒക്കെ കൈയൊക്കെ നീട്ടുവാൻ എത്ര വിരലുള്ളതൊക്കെ കീറി മുറിക്കുന്നതെന്നറിയാവോ. ധൃതി വെച്ചരിയുമ്പോൾ ഒന്നെങ്കിൽ കൈയുടെ നഖത്തിനിട്ട് കൊള്ളും, ഇല്ലെങ്കിൽ വിരലുള്ള കീറിക്കളയും. ഇതൊക്കെയാണ് എൻ്റെ പരിപാടി കേട്ടോ. അങ്ങനത്തെ പച്ചമുളക് എല്ലാം അരിഞ്ഞ് കളഞ്ഞു. അടുത്തത് കറിവേപ്പിലയും കൂടെ അരിഞ്ഞ് ഇടുകയാണ് കേട്ടോ. കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും സബോളയും ഒരല്പം ഉപ്പും കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ഞെരടിയിട്ട് വേണം. നന്നായിട്ട് ഞെരടണം കേട്ടോ. എന്നാൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം എന്ത് ചെറുക്കായ്ക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം അവിടെ മാറ്റി വെച്ചിട്ട് അടുത്ത് ഞാൻ 2 ബ്രെഡ് എടുത്തൊന്ന് പൊരിച്ച് കൊടുക്കാമെന്ന് ഓർത്തുകൊണ്ട് മക്കൾക്ക് ഇന്ന് കാപ്പി ഇന്ന് മുട്ട ബ്രെഡിൻ്റെ അകത്ത് മുക്കി പൊരിച്ച് കൊടുക്കാമെന്ന് ഓർത്തു കേട്ടോ. പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാക്കാൻ ടൈമും കിട്ടിയില്ല. എന്നാൽ ഒന്നും കാപ്പിക്ക് വേണ്ടി ഒന്ന് മാവൊന്നും അരച്ച് റെഡിയാക്കി വെച്ചുമില്ല കേട്ടോ. മൊത്തത്തിൽ ആകെ തിരക്കാണ് കേട്ടോ. അപ്പം അതിനുശേഷം അതെല്ലാം മക്കൾക്ക് കൊടുത്തതിന് ശേഷം ചോറൂടെ വിളമ്പി വെക്കാം എന്നോർത്തുകൊണ്ട് ചോറ് വിളമ്പി. അപ്പോൾ ഇന്നലെ വൈകിട്ട് തന്നെ ഞാൻ ചമ്മന്തിയും റെഡിയാക്കി വെച്ചു. കിഴങ്ങ് മെഴുക്കൂട്ടിയും വെച്ച് ഉണക്കമീനും വറുത്ത് വെച്ചിരുന്നു കേട്ടോ. അതുകൊണ്ട് രാവിലെ ഇന്ന് എളുപ്പമാണ്. ഇപ്പം ഇങ്ങനത്തെ ഈ ഒരു ജോലി ചെയ്യാൻ തുടങ്ങിയതിന് പിന്നെ ഇപ്പോൾ ഒരു 6 മാസത്തോളമായി കേട്ടോ ഞാൻ ഈ ഒരു ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. പടച്ചൻ അനുഗ്രഹിച്ച് നല്ല രീതിയിൽ പോവുകയും ചെയ്യുന്നു. അപ്പം കറികളെല്ലാം ഞാൻ വൈകിട്ട് ഉണ്ടാക്കി വെക്കും കേട്ടോ. അപ്പം വൈകിട്ടത്തെ അപ്പോൾ ഓരോ പപ്പടവും കൂടി ഇരിപ്പുണ്ട്. എന്നാൽ അതും കൂടെ വെച്ചേക്കാം മക്കൾ പറഞ്ഞപ്പോൾ എന്നാൽ അതുകൂടെ ഞാൻ ഉടിച്ചതിൻ്റെ അകത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇനി മക്കളെ സ്കൂളിൽ വിടട്ടെ. അങ്ങനെ മക്കളൊക്കെ സ്കൂളിൽ പോകാൻ എല്ലാം ഒരുക്കി പറക്കി അവരെ വിട്ടു കേട്ടോ. അതിനുശേഷം സമയം നോക്കിയപ്പോൾ സമയം ഒരുപാടായി. എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. ആകെപ്പാടെ വെപ്രാളമായി തുടങ്ങും കേട്ടോ. അങ്ങനെ ഞാൻ അരച്ചു വെച്ച പരിപ്പ് എടുത്തിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന സബോളയും ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ അതിൽ നിന്ന് പകുതി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി. അപ്പം പിന്നെ അടുത്ത പരിപ്പോടെ ഇടാൻ അങ്ങിരുന്നു കേട്ടോ. അന്ന് പരിപ്പോടെ ഇട്ട് വാങ്ങി പരിപ്പോടെ ഉഴുന്നോടെ ഇട്ടിട്ട് നെയ്യപ്പം ഇടാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ എല്ലാം രാവിലെ 10-10:30 എത്തിക്കണം. അതാണ് ഏറ്റവും വലിയൊരു ഇത് കേട്ടോ. അപ്പം ഉണ്ണിയപ്പം ഇട്ട് അവിടെ നിരത്തിയിട്ടു. അപ്പം പായ്ക്ക് ഞാൻ കവറെല്ലാം കൊണ്ടുവച്ചു. പരിപ്പോടെ അത്യാവശ്യം രാവിലെ കൊടുക്കേണ്ട ഇട്ടെടുത്തു. ബാക്കി പരിപ്പൊക്കെ അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഉഴുന്നുവട കുറച്ച് കേട്ടോ. ഉഴുന്നുവട ഒരു 10-40 എണ്ണത്തോളം വേണം കേട്ടോ. അതെല്ലാം കൂടെ ഒഴിച്ച് ഇട്ട് എന്നിട്ട് ഇത് പായ്ക്ക് ചെയ്ത് ഇതും കൊണ്ടുപോകണം പരിപ്പോടെ. അതിന് ശേഷം വേണം നെയ്യപ്പം ഇടാൻ കേട്ടോ. നെയ്യപ്പം ഉണ്ടാക്കുന്ന ദിവസമൊന്നും എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അതുപോലെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്യാം.
വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും കൂട്ടുകാരുടെ മുന്നിൽ ഈ വീഡിയോ എപ്പം അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്ന് അറിയത്തില്ല. അപ്പം ഉഴുന്നോടെ കുറച്ച്, പരിപ്പോടെ കുറച്ച്, അതുപോലെ തന്നെ നെയ്യപ്പം കുറച്ച് ഇതെല്ലാം ഇട്ടു കേട്ടോ. അതിന് ശേഷം സീൽ ചെയ്യുകയാണ് കേട്ടോ. എന്ത് ചെയ്യാനാണ്, ധൃതി വെച്ച് സീലൊക്കെ ചെയ്യുമ്പോൾ പകുതി ഒട്ടുകയില്ല എന്നൊക്കെയാണ് കേട്ടോ. ആകെപ്പാടെ പേപ്പറാണ്. ഇനി ഇതിൻ്റെ അത് ഡേറ്റും കാര്യങ്ങളും എഴുതണമെന്നില്ല. ചെറുക്കൻ കവറിൻ്റെ അത് കുറേ സ്റ്റിക്കർ ഒട്ടിച്ച് തന്നിട്ട് പോയതുകൊണ്ട് അത്രയും ഒരു സമാധാനം കേട്ടോ. അതെല്ലാം ചെയ്തത് അപ്പം എന്ത് ചെയ്ത് നമ്മുടെ നെയ്യപ്പം ഇട്ടെടുത്തു കേട്ടോ. ഞാൻ കുറച്ച് അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഞാൻ ഇടുകയും എടുക്കുകയും എല്ലാം കൂടി ഒന്നിച്ചാണ് കേട്ടോ. അങ്ങനെ കടയിലൊക്കെ കൊടുത്ത് വന്നതിന് ശേഷം കുറച്ച് മാവുണ്ട് കേട്ടോ. അടുത്ത ഓർഡറിനോടെ അങ്ങനെ കുറച്ച് നെയ്യപ്പം ഇതൊരു ഓർഡറിന് കൊടുക്കാനുള്ളതാണ്. ഇത് ഇട്ടെടുത്തു. ഈ അടുക്കളയുടെ കോലം കണ്ടോ, അതെല്ലാം ഇനി വൃത്തിയാക്കണം കേട്ടോ. ഇതിലായിരുന്നു ഞാൻ മാവ് കലക്കി വെച്ചിരുന്നത്. ഇതിന് ഇച്ചിരി ഉണ്ട് കേട്ടോ. ഇനി ഇതിലും ഉണ്ട് ഇച്ചിരി. ഇതിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതും ഉണ്ടാക്കണം കേട്ടോ. ഇപ്പം ഇത് കൊണ്ട് കൊടുത്തിട്ട് വേണം ഉണ്ടാക്കാൻ. ഇതെല്ലാം നിരന്ന് വാരി കിടക്കട്ടെ അടുക്കളയുടെ കോലം. ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പം തന്നെ ഒരു ഗ്യാസ് തീർന്നു കേട്ടോ. പിന്നെ എളുപ്പം കടയെ വിളിച്ച് വരുത്തി പിന്നെ ഗ്യാസ് എടുത്തു. അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി കുറച്ചുകൂടെ ഉണ്ട്. ഇതിപ്പം കൊണ്ടുപോകേണ്ടതാണ്. 2 മണിയാകുമ്പോൾ കൊണ്ടുപോകേണ്ട സാധനമാണ് കേട്ടോ. ഇതേ ഉണ്ടാക്കി നമ്മുടെ അടുപ്പിൻ്റെയൊക്കെ കോലം കണ്ടോ. ഈ അവസ്ഥ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നത് ഒരു വലിയൊരു ചടങ്ങ് പിടിച്ച കേസ് തന്നെയാണ് കേട്ടോ. അപ്പം ഇനി ഇതും കൂടെ ഇട്ടാൽ ഇന്നത്തെ എൻ്റെ കേറ്ററിംഗ് പരിപാടി കഴിയും കേട്ടോ. കുറച്ച് ഒരു 10 പാക്കറ്റ് ഉണ്ണിയപ്പം കൂടെ ഇടണം കേട്ടോ. അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു. ഇന്ന് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുണ്ടായിരുന്നു കേട്ടോ. 100 നെയ്യപ്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു 10-60 ഉഴുന്നുവട, ഒരു 60 പരിപ്പ് വട, 30 പാക്കറ്റ് ഉണ്ണിയപ്പം കൊണ്ടുപോയി കേട്ടോ. ഇനിയൊരു 2 ഇടത്തായിട്ട് ഒരു 20 പാക്കറ്റ് കൂടെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ കേറ്ററിംഗ് കേട്ടോ. അപ്പം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇന്നത്തെ ഇതെല്ലാം കഴിഞ്ഞു. ഇനി ഇതെല്ലാം വൃത്തിയാക്കണം. നാളത്തേക്കുള്ള സാധനം മേടിച്ചുകൊണ്ടുവന്ന് പച്ചരി വെള്ളത്തിയിടണം. പിന്നെ ഇതെടുക്കണം, കുതിർത്തണം, പൊടിക്കണം, അരയ്ക്കണം, അങ്ങനെയുള്ള പരിപാടിയൊക്കെ കേട്ടോ. അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി എന്നും ഇതുപോലത്തെ ഉള്ള വലിയ വലിയ വീഡിയോ ആയിരിക്കുമല്ലോ കേട്ടോ. ഇതുപോലത്തെ കൊച്ചു വീഡിയോ ആയിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിൽ എത്താമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. ബായ്.